ഒരു റോമൻ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ പിന്നിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ആകാശത്ത് നല്ല ഇരുട്ടുണ്ട്. ഇപ്പോൾ ഉച്ച സമയമാണെങ്കിലും നല്ല ഇരുട്ടുണ്ട്. 1 മണിക്കൂർ മുമ്പാണെങ്കിൽ ഭൂമി ഒന്ന് കുലുങ്ങിയിരുന്നു. അവിടെ കൂടി നിന്നവരിൽ പലരും പോയി കഴിഞ്ഞു. പടയാളികൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഇത് എപ്പോഴാ ഒന്ന് തീരുന്നത് എന്നും പറഞ്ഞ് പിറുപിറുത്ത് അവർ അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ആ സ്ത്രീ ഇതുവരെ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ആ സ്ത്രീ ക്രൂശിലേക്ക് തന്നെ നോക്കി നിന്നു. ആ സ്ത്രീയുടെ പേരാണ് മറിയ. ചെറിയ മെലിഞ്ഞ ശരീരമുള്ള സ്ത്രീ. നിറം മങ്ങിയ ഒരു തുണി തലയിലും ഇട്ടിട്ടുണ്ട്. കൈ നീട്ടിയാൽ ആ കുരിശിന്റെ തടിയിൽ തൊടാൻ ഭാഗത്തിന് അത്രയും അടുത്താണ് ആ സ്ത്രീ നിൽക്കുന്നത്. അവർ തലയുയർത്തി യേശുവിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ആ സ്ത്രീയുടെ ശരീരം മുഴുവൻ മരവിച്ചു പോയി. എങ്കിലും തളർന്നു വീണില്ല. അങ്ങനെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ക്രൂശിൽ കിടക്കുന്ന യേശു ആ സ്ത്രീയോട് ഒരു കാര്യം പറഞ്ഞു. തൊട്ടടുത്ത് തന്നെ ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. യേശു ഇങ്ങനെ പറഞ്ഞു, "ഇതാ നിന്റെ അമ്മ" എന്ന്. വളരെ കുറച്ച് വാക്കുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ആ വാക്കുകളിലൂടെ കഴിഞ്ഞ 50 വർഷമായി മറിയത്തിന് അറിയാമായിരുന്ന അവരുടെ ആ പഴയ ജീവിതം അവസാനിച്ചു. ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത പുതിയൊരു ജീവിതം അന്നു മുതൽ മറിയയ്ക്ക് തുടങ്ങി. ഇതിനുശേഷം മറിയയെ കാണുമ്പോൾ ആഴ്ചകൾ കഴിഞ്ഞിരുന്നു. കുരിശുമരണവും അടക്കവുമൊക്കെ കഴിഞ്ഞ് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പലരും പറയുന്നത് കേട്ടു. ചിലപ്പോൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. മറിയ സ്റ്റെപ്പ് കയറി ഒരു സ്ഥലത്തേക്ക് പോയി. ആ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ മുകളിൽ ഒരു വാതിലുണ്ട്. മറിയ അത് തുറന്ന് അകത്തേക്ക് കയറി. അത് മാളിക മുറിയാണ്. ആ മുറിക്ക് വലിയ വലിപ്പമൊന്നുമില്ല. ചുവരുകൾ കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്. മേൽക്കൂര തടി കൊണ്ട് മറച്ചിട്ടുണ്ട്. എണ്ണവിളക്ക് ആ മുറിയിൽ കത്തിച്ചു വെച്ചിട്ടുണ്ട്. ആ മുറിക്കകത്ത് ചെറിയൊരു ചൂടുമുണ്ട്. ആ സ്ഥലത്ത് ഉൾക്കൊള്ളുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ഇപ്പോൾ അതിനകത്തുണ്ട്. വിളക്കിന്റെ വെളിച്ചത്തിൽ ആ മുഖങ്ങളൊക്കെ മറിയ കണ്ടു. ചുമറിനോട് ചേർന്ന് പത്രോസും, ജനലിന്റെ അടുത്ത് യോഹന്നാനും, താഴെ നിലത്ത് യാക്കോബും അന്ത്രയോസും ഇരിക്കുന്നുണ്ട്. അവിടെ ഏറ്റവും പുറകിലായിട്ട് ചിലർ നിൽക്കുന്നുണ്ട്. അത് യേശുവിന്റെ ശിഷ്യന്മാരല്ല, യേശുവിന്റെ സഹോദരന്മാരാണ്. യാക്കോബ്, യോസ, യൂദ, ഷീമോൻ. യേശുവിന്റെ ശുശ്രൂഷ കാലത്ത് അവന് ഭ്രാന്താണ് എന്ന് വിചാരിച്ച് അവനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ ശ്രമിച്ച അതേ സഹോദരങ്ങളാണിത്. ആ സഹോദരന്മാരും ഇപ്പോൾ ആ മുറിയിലുണ്ട്. എന്തോ ഒരു കാര്യം അവരുടെ മനസ്സിനെ മാറ്റിയിരിക്കുന്നു. ചിലപ്പോൾ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാകാനും സാധ്യതയുണ്ട്. മറിയ അവിടെ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ മുറിയിൽ ഏകദേശം 120ഓളം പേരുണ്ട്. ആദ്യം മുതൽ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരേ ഒരാൾ അവിടെ മറിയ മാത്രമാണ്. ദൂതൻ ആ സത്വർത്തമാനം പറഞ്ഞതു മുതൽ പുൽക്കൂട്, ഈജിപ്തിലേക്കുള്ള പലായനം, ദേവാലയത്തിൽ പുരോഹിതന്മാരോട് സംസാരിച്ച ബാലൻ, പിന്നെ ആ കുരിശ്. ഇപ്പോൾ ഇതാ ഇവിടെയും മറിയയുണ്ട്. മറിയയും ബാക്കി എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. അത് വെളിയിൽ നിന്നല്ല, ആകാശത്ത് നിന്നുമല്ല, എല്ലാ ഭാഗത്തു നിന്നും അവർക്ക് കേൾക്കാമായിരുന്നു. കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലെ ഒരു ശബ്ദമായിരുന്നു അത്. പക്ഷേ ആ മുറിയിൽ ഉണ്ടായിരുന്നവർ പേടിച്ചില്ല. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് അവരുടെ മുകളിൽ തീ പോലെ ഒരു കാര്യം വന്നിറങ്ങുന്നത് അവർ കണ്ടു. പക്ഷെ ആരും കത്തി നശിച്ചില്ല. ഒരു ഭയങ്കര വെളിച്ചം അവിടെ ഉണ്ടായി. പക്ഷേ അത് വിളക്കിന്റെ വെളിച്ചവും അല്ല. ഈ സമയത്ത് മറിയയുടെ അവസ്ഥയൊന്ന് സങ്കല്പിച്ചു നോക്കിക്കേ. അവസാനമായി പരിശുദ്ധാത്മാവ് മറിയയുടെ അടുത്തേക്ക് വന്ന സമയത്ത് ആ സ്ത്രീ ഒറ്റയ്ക്കായിരുന്നു. നസറേത്തിൽ ഒരു ഇരുണ്ട മുറിയിലുള്ള ഒരു കൗമാരക്കാരി. ആ കൂടിക്കാഴ്ച അവൾക്കൊരു മകനെ നൽകി. എന്നാൽ ഈ പ്രാവശ്യം അവർ ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു മുറിയിലാണ്. എന്നാൽ ഈ കൂടിക്കാഴ്ച അവർക്ക് നൽകുന്നത് മറ്റൊരു കാര്യമാണ്: ദൈവസഭ. മറിയ വളർത്തിയ മക്കളെക്കാൾ കൂടുതലുള്ള ഒരു വലിയൊരു കുടുംബം. നസ്രയത്തിനും മാതൃത്വത്തിനും അവർക്കറിയാവുന്ന എല്ലാ കാര്യങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു ലക്ഷ്യം അവർക്കിപ്പോൾ കിട്ടി. ആ മാളിക മുറിയിൽ നിന്ന് മറിയയോടൊപ്പം യെരുശലേമിലെ തെരുവുകളിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. നസ്രത്തിനേക്കാൾ നല്ല ബഹളമുള്ള നഗരമാണിത്. നസ്രത്തിനേക്കാൾ 10 ഇരട്ടി വലിപ്പമുണ്ട് ഈ നഗരത്തിന്. എല്ലാ മുക്കിലും മൂലയിലും റോമൻ പടയാളികളുണ്ട്. കല്ല് പാകിയ ഇടുങ്ങിയ തെരുവുകളിൽ തിങ്ങി നിറഞ്ഞ മാർക്കറ്റുകൾ. മൃഗങ്ങളുടെയും കുന്തിരിക്കത്തിൻ്റെയും അപ്പം ചുട്ടെടുക്കുന്നതിൻ്റെയൊക്കെ ഗന്ധവും ഉണ്ട്. അരമായ, ഗ്രീക്ക്, ലാറ്റിൻ തുടങ്ങിയ പല ഭാഷകൾ അവിടെയുള്ളവർ സംസാരിക്കുന്നുണ്ട്. മറിയ ഇപ്പോൾ യോഹന്നാന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. യേശു അവനോട് അമ്മയെ നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ അതുപോലെ തന്നെ അനുസരിച്ചു. ആ വീടൊന്ന് സങ്കല്പിച്ചു നോക്കിക്കേ. നഗരത്തിന് ചേർന്നുള്ള ഒരു മലയുടെ മുകൾ ഭാഗത്ത് കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വീട്. നസ്രയത്തിലുണ്ടായിരുന്ന വീടിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. പരന്ന മേൽക്കൂരയും മുറ്റവും മണ്ണുകൊണ്ട് ഉറപ്പിച്ച തറയും മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു അടുപ്പും. ഇത്രയും വർഷം മറിയ എങ്ങനെയാണോ ജീവിച്ചത് അതേപോലെ തന്നെ അവിടെ ജീവിച്ചു. അതിരാവിലെ എഴുന്നേക്കും, ധാന്യം പൊടിക്കും, അപ്പം ചുടും, കിണറിൽ നിന്ന് വെള്ളം കോരിയെടുക്കും. യേശു മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ഇത് തന്നെയാണ് മറിയ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്ദർശകർ മറിയയെ കാണാൻ വരുന്നുണ്ട് എല്ലാ ദിവസവും. പെന്തക്കോസ്ത് നാളിൽ പത്രോസിന്റെ പ്രസംഗം കേട്ട പുതിയ വിശ്വാസികളാണത്. യെരുശലേം ദൈവാലയത്തിൽ നിന്ന് എല്ലാവരും ഇറങ്ങി. എല്ലാവർക്കും ചോദിക്കാൻ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ: യേശു എങ്ങനെയായിരുന്നു എന്ന്.
ഇവരെല്ലാവരും പുതിയ വിശ്വാസികളാണ്. മറിയ മുറ്റത്തിരുന്ന് ഓരോ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ലൂക്കോസ് പറയുന്നത് പോലെ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ച ആ സ്ത്രീ ഇപ്പോ ആ വലിയ നിധി തുറന്നു കാട്ടുകയാണ്. ആ ഇരുണ്ട മുറിയിൽ കണ്ട ദൈവദൂതൻ, രാജാവിനെ പേടിച്ച് ബെത്ലഹേമിലേക്ക് ചെയ്ത യാത്ര, പുൽക്കൂട്, അത് തടി കൊണ്ടുണ്ടാക്കിയ തൊഴുത്തല്ലായിരുന്നു. ഒരു ഗുഹയ്ക്കുള്ളിൽ കല്ലുകൊണ്ടുണ്ടാക്കിയ പശുത്തൊട്ടിയായിരുന്നു. പാതിരാത്രിയിൽ കിതച്ചുകൊണ്ട് ഓടിയെത്തി ദൂതന്മാർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ ആട്ടിടയന്മാർ, ദൈവാലയത്തിൽ കുഞ്ഞേശുവിനെ കൈകളിൽ വെച്ച് അനുഗ്രഹിച്ച ഷിമിയോൻ എന്ന പ്രായമുള്ള മനുഷ്യൻ. 30 വർഷത്തിലധികമായിട്ട് മറിയ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ കൊണ്ടു നടക്കുമായിരുന്നു, ഒറ്റയ്ക്ക്, ആ നിശബ്ദതയിൽ. എന്നാൽ ഇപ്പോൾ സഭയ്ക്ക് അത് അത്യാവശ്യമായിരുന്നു. ക്രിസ്മസ് കാലത്ത് നാം വായിക്കുന്ന ഭാഗങ്ങളാണിത്. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ഏറ്റവും വിശദമായിട്ട് എഴുതിയ ലൂക്കോസ് യേശുവിന്റെ ശുശ്രൂഷക്കാലത്ത് അദ്ദേഹത്തെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ല. ലൂക്കോസ് പൗലോസിന്റെ കൂടെ യാത്ര ചെയ്തവനായിരുന്നു. ആരൊക്കെയാണ് നേരിട്ട് കണ്ടിട്ടുള്ളത്? അവരിൽ നിന്നാണ് ലൂക്കോസ് വിവരങ്ങളെല്ലാം ശേഖരിച്ചത്. ദൂതൻ പ്രത്യക്ഷപ്പെട്ടതിനും യേശുവിന്റെ ജനനത്തിനും ആട്ടിടയന്മാർ വന്നതിനും 12-ാം വയസ്സിൽ ദൈവാലയത്തിൽ വെച്ച് ബാലനായ യേശു സംസാരിച്ചതിനൊക്കെ ദൃക്സാക്ഷി ആരാണ്? ഒരൊറ്റ ആളേ ഉള്ളൂ, അതാണ് മറിയ. നിങ്ങൾ കണ്ടിട്ടുള്ള ഓരോ പുൽക്കൂടും ഓരോ ക്രിസ്തു നാടകങ്ങളും മറിയ യേശുവിനെ ശീലകളിൽ പൊതിഞ്ഞ് പശുത്തൊട്ടിയിൽ കിടത്തി എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും മറിയ പറഞ്ഞു കൊടുത്തതാണ്. മറിയ ലൂക്കോസിനോട് പറഞ്ഞു, ലൂക്കോസ് അത് എഴുതി വെച്ചു. മറിയത്തിന്റെ ഈ സാക്ഷ്യമില്ലായിരുന്നെങ്കിൽ ഒരു ക്രിസ്മസ് കഥ ഉണ്ടാകത്തേയില്ലായിരുന്നു. പക്ഷേ യെരുശലേം അത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമല്ലായിരുന്നു. മറിയ അധികകാലം അവിടെ താമസിച്ചില്ല. ഇപ്പോൾ അവിടുത്തെ അന്തരീക്ഷമൊക്കെ മാറിയിട്ടുണ്ട്. റോമൻ പടയാളികൾ ചുമ്മാ റോന്തുപണി ചെയ്യുക മാത്രമല്ല ചെയ്തത്, അവർ വീടുകളിൽ കയറി റെയ്ഡ് നടത്തി. ആ ദേശം മുഴുവൻ നിലവിളികൾ കൊണ്ട് നിറഞ്ഞു. റോമ പടയാളികൾ ആളുകളെ സ്വന്തം വീട്ടിൽ നിന്ന് വലിച്ചഴിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. അവർ ചെയ്ത തെറ്റ് എന്താണെന്നറിയാവോ? യേശുവിനെ പിന്തുടർന്നു എന്നതാണ്. ക്രിസ്ത്യാനി എന്ന പേരുണ്ടാകുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നവർ ഇങ്ങനെയാണ് അവരെ വിളിച്ചിരുന്നത്. ആദ്യത്തെ ഡീക്കന്മാരിൽ ഒരാളായ സ്തേഫാനോസിനെ നഗരത്തിന് പുറത്തു വെച്ച് അവർ കല്ലെറിഞ്ഞു കൊന്നു. ഈ സംഭവം നടക്കുന്നത് മറിയ നേരിട്ട് കണ്ടില്ല എങ്കിലും ആ വാർത്ത കേൾക്കുമ്പോൾ മറിയയ്ക്കുണ്ടാകുന്ന ആ വിഷമം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. താൻ സ്നേഹിച്ചിരുന്ന ഒരാളെ അധികാരവർഗം കൊലപ്പെടുത്തി. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത് പോലെ വലിയൊരു ഉപദ്രവം അന്ന് പൊട്ടിപ്പുറപ്പെട്ടു. വിശ്വാസികൾ ചെതറിയോടി, കുടുംബങ്ങൾ നാടുവിട്ടു. യെരുശലേമിൽ അപ്പോസ്തലന്മാർക്ക് ചുറ്റുമുണ്ടായിരുന്ന ആ സമൂഹം പല വഴിക്ക് പിരിഞ്ഞ് സാമ്രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി. ഇപ്പോൾ മരണപ്പെട്ട യാക്കോബ് മറിയയുടെ മകനല്ല, യോഹന്നാന്റെ സഹോദരനാണ്. ഹേരോദാവ് വാളുകൊണ്ട് അവനെ വെട്ടിക്കൊന്നു. പത്രോസിനെയും അറസ്റ്റ് ചെയ്തു. ആ സാമ്രാജ്യത്തിന്റെ അകത്തുള്ള പലരെയും അവർ ഉപദ്രവിച്ചു, പലരെയും കൊന്നുകളഞ്ഞു. ഇത് എപ്പോഴാണ് സംഭവിച്ചത് എന്നതിന്റെ കൃത്യമായ തീയതിയെക്കുറിച്ച് പല തർക്കങ്ങളുണ്ടെങ്കിലും ഒരു ഘട്ടത്തിൽ യോഹന്നാൻ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. അവന് ആ സ്ഥലം വിട്ടേ പറ്റൂ, കൂടെ മറിയയും കൊണ്ടുപോകണം. അവർ സമുദ്രത്തിലൂടെ ആ ദേശം വിട്ടു. അങ്ങനെ അവർ ഏഷ്യ മൈനറിന്റെ തീരത്തെത്തി, അതായത് ഇന്നത്തെ തുർക്കിയിൽ. ദൂരെ തുറമുഖത്തിന് മുകളിലായിട്ട് അവർ മുമ്പെങ്കും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു നഗരം ഉയർന്നു നിൽക്കുന്നത് കണ്ടു. അതാണ് എഫസോസ് നഗരം. 2.5 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്ന ഒരു റോമൻ നഗരമാണത്. മാർബിൾ പാകിയ തെരുവുകൾ, മലഞ്ചരിവിൽ കൊത്തിയെടുത്ത് 25,000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയ തിയേറ്ററുകൾ അവിടെ ഉണ്ടായിരുന്നു. വായനശാലകൾ, ജലധാരകൾ, പിന്നെ ആ നഗരത്തിന്റെ മുകളിലായി തലയുയർത്തി നിൽക്കുന്ന അന്നത്തെ ലോകത്തെ ലോകാത്ഭുതങ്ങളിലൊന്നായ അർത്തമിസ് ദേവി ക്ഷേത്രവും അവിടെ ഉണ്ടായിരുന്നു. ആ നഗരത്തിലുള്ളവർ മുഴുവൻ ഈ വിഗ്രഹ ദേവതയാണ് ആരാധിച്ചിരുന്നത്. മറിയ ഇതെല്ലാം ആദ്യമായിട്ടാണ് കാണുന്നത്. ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. വെറും 400 പേർ മാത്രമുള്ള ഒരു ഗ്രാമത്തിൽ നിന്നുള്ള പാറ ചെത്തി ഉണ്ടാക്കിയ ഒരു വീട്ടിൽ വളർന്ന ഒരു സ്ത്രീ ഇപ്പോൾ റോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും സമ്പന്നമായ, ഏറ്റവും കൂടുതൽ വിഗ്രഹാരാധനയുള്ള ഒരു നഗരത്തിൽ നിൽക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും മറിയയ്ക്ക് അപരിചിതമാണ്. അവിടുത്തെ ഭാഷ, ഭക്ഷണം, മുക്കിലും മൂലയിലുമുള്ള ദേവന്മാർ, മണ്ണിന് പകരം കല്ലുകൊണ്ടുള്ള മാർബിൾ എല്ലാം. യോഹന്നാൻ മറിയുടെ കൂടെ തന്നെയുണ്ട്. നസ്രത്തിലെ ഒരു ഇരുണ്ട മുറിയിൽ അവരെ തേടിയെത്തിയ അതേ ദൈവം തന്നെയാണ് എഫസോസിലെ ആ മാർബിൾ തെരുവിലും അവരുടെ കൂടെ നിൽക്കുന്നത്. യോഹന്നാൻ മറിയയെ ആ നഗരത്തിലേക്കല്ല കൊണ്ടുപോയത്, അതിന്റെ തൊട്ടടുത്തുള്ള ഒരു മലയിലേക്കാണ്. പൈൻ മരങ്ങൾക്കും കാട്ടൊലിവ് തോട്ടങ്ങൾക്കും ഇടയിലൂടെ അവർ അങ്ങോട്ടേക്ക് പോയി. നല്ല തണുപ്പുണ്ട്, കിളികളുടെ പാട്ടുകൾ കേൾക്കാൻ പറ്റും. നൂറുകണക്കിന് രാപ്പാടികളുടെ ശബ്ദം ആ മലഞ്ചരിവിൽ മുഴങ്ങുന്നുണ്ട്. തുർക്കികൾ പിന്നീട് ഈ സ്ഥലത്തെ ബുൾബുൾ ദാഗി, അതായത് രാപ്പാടികളുടെ മല എന്നാണ് വിളിച്ചിരുന്നത്. മുകളിലെത്തുമ്പോൾ ഒരു തുറസായ സ്ഥലം കാണാം. അവിടെ കല്ലുകൊണ്ട് നിർമ്മിച്ച ചെറിയൊരു വീടുണ്ടായിരുന്നു. ഒരു പ്രധാന മുറി, അതിനോട് ചേർന്ന ഒരു കിടപ്പുമുറി, ഒരു അടുപ്പ്, ചുമരിന്റെ ഒരു സൈഡിൽ നല്ല ഉയരത്തിൽ ജനാലകളും ഉണ്ട്. പരന്ന മേൽക്കൂര, ശുദ്ധജലം ഒഴുകുന്ന ഒരു നീറുറവിയും അവിടെ ഉണ്ടായിരുന്നു. ജർമ്മനിയിലുണ്ടായിരുന്ന ആൻ കാത്രീൻ എമറിക് എന്നൊരു ജർമ്മൻ കന്യാസ്ത്രീയുടെ എഴുത്തുകൾ പറഞ്ഞ വിവരണങ്ങളെ പിന്തുടർന്ന് 1881 ഒരു ഫ്രഞ്ച് വൈദികൻ ഇതേ മലഞ്ചരിവിൽ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ കെട്ടിടം കണ്ടെത്തി. ആൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളുമായത് കൃത്യമായി യോജിക്കുന്നുണ്ടായിരുന്നു. അവിടെ നടത്തിയ പുരാവസ്തു ഗവേഷണങ്ങളിൽ ആ കെട്ടിടത്തിന്റെ താഴത്തെ അടിത്തറ 1-ാം നൂറ്റാണ്ടിലേതാണ് എന്ന് കണ്ടെത്തി. ഏകദേശം 7 മീറ്റർ നീളവും 7 മീറ്റർ വീതിയും അതിനുണ്ട്.
പോൾ ആറാമൻ, ജോൺ പോൾ രണ്ടാമൻ, ബെനഡിക്ട് 16 എന്നിങ്ങനെ 3 മാർപ്പാപ്പമാർ ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരേപോലെ ഇവിടേക്ക് തീർത്ഥാടനം നടത്തുന്നുണ്ട്. ഈ വീടിന് പുറത്തുള്ള ഒരു മതിൽ മുഴുവനും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വരുന്ന സന്ദർശകരെഴുതിയ ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ കല്ലുകളിൽ കെട്ടിവച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇത് ശരിക്കും മറിയത്തിന്റെ വീടായിരുന്നോ എന്ന് ചോദിച്ചാൽ പുരാവസ്തു ഗവേഷകർ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ടെത്തിയ വീടിന്റെ അടിത്തറയ്ക്ക് 2000 വർഷത്തിലേറെ കാലപ്പഴക്കമുണ്ട്. പറഞ്ഞു കേട്ട കാര്യങ്ങളുമായി അത് കൃത്യമായി യോജിക്കുന്നുമുണ്ട്. വർഷങ്ങളോളം, ഒരുപക്ഷെ പതിറ്റാണ്ടുകളോളം അവരിവിടെ ജീവിച്ചു. മറിയ സുവിശേഷങ്ങളൊന്നും എഴുതിയിട്ടില്ല, ഒരു സഭയെയും നയിച്ചിട്ടില്ല, ആരെങ്കിലും രേഖപ്പെടുത്തി വെക്കുന്ന രീതിയിൽ ഒരു സ്ഥലത്തും വലിയ പ്രസംഗമൊന്നും നടത്തിയിട്ടില്ല. ക്രിസ്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സ്ത്രീ എഴുത്തുകളോ ആത്മകഥയോ ഓർമ്മക്കുറിപ്പുകളോ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷേ അതിനേക്കാളൊക്കെ ശക്തിയുള്ളൊരു കാര്യം മറിയ ബാക്കി വച്ചു: തൻ്റെ ഓർമ്മകൾ. ചെറുപ്പത്തിൽ കണ്ട ആ ദൈവദൂതൻ, പുൽക്കൂട്, ആട്ടിടയന്മാർ, പ്രായമുള്ള ആ മനുഷ്യന്റെ പ്രവചനം, ഞാൻ എൻ്റെ പിതാവിൻ്റെ ആലയത്തിൽ ഇരിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ച ദൈവാലയത്തിലെ ആ ബാലനായ യേശു, എല്ലാം ഈ കാര്യങ്ങളെല്ലാം മറിയ ആരോടൊക്കെയോ പറഞ്ഞു. ആരൊക്കെയോ അത് ഓർത്തുവെച്ചു. ആരോ ലൂക്കോസിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കോടിക്കണക്കിന് ആളുകൾ വായിക്കുന്ന രീതിയിൽ ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ അത് എഴുതിവെച്ചു. സത്യത്തിൽ മറിയ അന്ന് ഈ കാര്യങ്ങൾ ആരോടും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകത്തില്ലായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.